ഇന്ന് എൻ്റെ ബർത്ത്ഡേ ആയിരുന്നു. ബർത്ത്ഡേ ആയിട്ട് കഴിഞ്ഞ പ്രാവശ്യം ഞാൻ എൻ്റെ ബർത്ത്ഡേ അവനെ ആറ്റുനോറ്റ് കാത്തിരിക്കും. പക്ഷേ ഈ പ്രാവശ്യം തൊട്ട് ഞാൻ ആറ്റുനോറ്റ് കാത്തുനിന്നിരുന്നില്ല. സാധാ ഒരു ഡേ അത്രേ ഉള്ളൂ. അങ്ങനെ ഇങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ കുഞ്ഞ് വൈകിട്ട് പറഞ്ഞത്, അയ്യോ ഒന്ന് കുഞ്ഞ് അമ്മൂൻ്റെ ബർത്ത്ഡേ അല്ലേ എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ തന്നെ അമ്മ എടുത്ത് പറയാം, അയ്യോ വണ്ടിയുടെ ബാക്കിൽ കേക്ക് ഉണ്ടായിരുന്നു എന്ന്. കാരണം അത് കേട്ടപ്പോൾ ഉണ്ടല്ലോ ഞാൻ ശരിക്കും ഞെട്ടി. ഞാൻ വിചാരിച്ചത് ഈ ബർത്ത്ഡേ ഇങ്ങനെ പോട്ടെ. അപ്പം ഞാൻ വിചാരിച്ചു ഈ ആകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടേതായ കുറച്ച് കാര്യങ്ങളൊക്കെ ഇങ്ങനെ കുറഞ്ഞ് വരുമല്ലോ. അല്ലെങ്കിൽ എൻ്റെ ബർത്ത്ഡേക്ക് ഞാൻ ആറ്റുനോറ്റൊക്കെ ഇരിക്കാറുണ്ട്. പിന്നെയെന്ന് പറയുമ്പോൾ നമ്മൾ കേക്ക് മുറിക്കാനായിട്ട് പോകുമ്പോൾ നമ്മൾ അപ്പുറത്തെ രാമേട്ടനെയും ചാരുവിനെയും ബിന്ദേച്ചിനെയും എല്ലാവരും വിളിച്ചിട്ടാണ് കേക്ക് കട്ട് ചെയ്യാറ്. പക്ഷേ ഈ പ്രാവശ്യം നമ്മൾ ആരും വിളിച്ചില്ല കേട്ടോ. നമ്മൾ മൂന്നാളും കൂടെ കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കാരണം അധികം ആഘോഷമൊന്നും വേണ്ടാന്ന് വിചാരിച്ചു. നമുക്ക് അവർക്കുള്ളതാണ് ആഘോഷം. അപ്പോൾ നമ്മൾ മൂന്നാളും കൂടെ ആയിട്ട് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് ആദ്യം തന്നെ കട്ട് ചെയ്ത് അമ്മയ്ക്ക് കൊടുത്തു. അത് കഴിഞ്ഞ് അമ്മ എനിക്ക് തന്നു. അങ്ങനെ പിന്നെ കുഞ്ഞിക്ക് കൊടുത്തു. അപ്പോൾ ഇങ്ങനെ എന്താ പറയുക, പെട്ടെന്നായിരുന്നു നമ്മൾ അയ്യോ എന്നാൽ അമ്മൂൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്ന് കുഞ്ഞി പറയണതും അമ്മ അയ്യോ വണ്ടിയിൽ കേക്ക് ഉണ്ടെന്ന് പറയണതും പെട്ടെന്ന് കേട്ടപ്പോൾ അപ്പോൾ ഒരു സന്തോഷം തോന്നി. കാരണം അത്രയും നേരം വരെ എൻ്റെ ബർത്ത്ഡേ ആഘോഷിച്ചില്ല എന്ന് പറഞ്ഞിട്ടൊരു വിഷമം എനിക്കുണ്ടായിരുന്നു. പ്രായമാകും തോറും നമ്മുടെ ആഗ്രഹങ്ങളൊക്കെ ചുരുങ്ങി വരാമെന്നൊക്കെ കേട്ടിട്ടില്ലേ. ഞാൻ ആ സംഭവമാണെന്നാണ് വിചാരിച്ച് വെച്ചിരുന്നത്. പക്ഷേ കേക്ക് കട്ട് ചെയ്ത് കഴിഞ്ഞപ്പോഴാണ് അതങ്ങനെ തന്നെ എൻ്റെ മനസ്സിലുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.